കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു കാണും, സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ഒരു പുള്ളിക്കാരത്തി ഒരു വീഡിയോ ചെയ്തു. അത് മറ്റാരുമല്ല, വാ തുറന്നു കഴിഞ്ഞാൽ തീട്ട വർത്താനം മാത്രം പറയുന്ന, അപരാധം മാത്രം വിളമ്പുന്ന ഷെഫീന ബീബി. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയാ സുജിത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു മോഡലിങ്ങിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരത്തി ഇട്ട് ഒരു കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, ഒരു കോസ്റ്റ്യൂം, ആ ഒരു ഫോട്ടോ ഇട്ടു. അതെന്നിട്ടതാ, ഞാൻ ഫോട്ടോ സൈഡിൽ വെക്കാം. പണ്ടെങ്ങാണ്ട് 2023 ഇട്ട 2 ഇട്ട ഫോട്ടോയാ. അത് വെച്ചിട്ട് ഇപ്പോൾ അവർ കൊണയടിക്കുന്നു. ഇവർക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയത്തില്ല. പല ആൾക്കാരും ഇവർക്കെതിരെ സംസാരിക്കുന്നുണ്ട്, ഇവരെ അനുകൂലിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയാം. നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കറി തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്കതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം, തുണി പറിച്ച് അങ്ങോട്ട് എറിയണേണ് സ്വാതന്ത്ര്യം. ഒന്നാമത്തെ കാര്യം, മഞ്ജു പിള്ളയുടെ മകളെ മഞ്ജു പിള്ളയ്ക്ക് എങ്ങനെ വളർത്തണമെന്ന് നന്നായിട്ട് അറിയാം. ഇനിയിപ്പോൾ അറിയത്തില്ലെങ്കിലും ആ പെണ്ണ് എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നുള്ളൂ. അതിനകത്ത് നിങ്ങൾ എന്തിനാണ് ഈ വിഷമിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് മക്കളുണ്ടോ? അവരുടെ കാര്യം നോക്ക്. പിന്നെ തുണി പറിച്ച് ആടുന്നതാണ് ഫ്രീഡം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലാ ന്യൂ ജനറേഷൻ പെട്ട ആൾക്കാരും അങ്ങനെയാണെന്ന് പറയരുത്. ബാക്കി പറ. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത് പോലും പ്രശ്നമായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ആദ്യത്തെ സൈക്കിൾ ഉപയോഗിച്ച വ്യക്തിയാണ്, ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത വ്യക്തിയാണ്. ഇതിനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് മോശം കേട്ടിട്ടുണ്ട്. പക്കമലമായി നിന്ന എൻ്റെ അമ്മയാണ്. ആ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന എൻ്റെ അമ്മയാണ്. ആദ്യമായിട്ട് 18 വയസ്സിൽ ജോലി കിട്ടി അവർക്ക്, സർവേ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പം അങ്ങനെ റെവല്യൂഷൻ ഉണ്ടാക്കിയ കുടുംബമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്ന എക്സ്പീരിയൻസ് അവർ. ഷെഫീന ബീബിയുടെ കുടുംബം ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയ കുടുംബമാണ്. പറ്റുമെങ്കിൽ ആരെങ്കിലും ഒന്ന് ഒരു അവാർഡ് കൊടുക്കുക. മുസ്ലിം സമുദായത്തിൽ ഭയങ്കര സ്ത്രീകൾക്കൊക്കെ അന്ന് അടിച്ചമർത്തി കിടക്കുന്നൊരു സമയമായിരുന്നു. അവിടുന്ന് ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടിയ വ്യക്തി, ആദ്യമായിട്ട് വണ്ടി മേടിച്ച വ്യക്തി, ആദ്യമായിട്ട് ജോലിക്ക് പോയ വ്യക്തി. അപ്പം ഇവർ അമ്മയായിരുന്നു. 18-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ടൊക്കെ ജോലിക്ക് പോയത്. നല്ല കാര്യം. അപ്പം സ്ത്രീകൾക്ക് ഉന്നമനം വേണമെന്നറിയാം. അങ്ങനെയുള്ളൊരു സ്ത്രീ തന്നെയാണ് ഒരു പെൺകുട്ടിയെക്കുറിച്ച് അപരാധങ്ങളുടെ മണ്ടയ്ക്ക് അപരാധങ്ങൾ വിളിച്ച് പറയുന്നത്. ബാക്കി പുറകെ ഞാൻ കേൾപ്പിക്കാം കേട്ടോ. 1930-കളിൽ അന്ന് നടന്ന ചാന്നാർ ലഹള, മാറുമറയ്ക്ക സ്വാതന്ത്ര്യമില്ല, പെണ്ണുങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഈ കുട്ടി 13 വയസ്സുള്ള കുട്ടീനെയാണ് കൊണ്ടുപോയി ചെന്നാഭിന്നമാക്കി കൊന്നു കളഞ്ഞത്. ബോധമില്ലാത്ത സ്ത്രീയെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പീഡനവും ഡ്രസ്സിംഗ് സെൻസും ഡ്രസ്സിംഗ് സ്റ്റൈലുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ കൊച്ചുകുട്ടികളെ, പാളയെ കിടക്കുന്ന കുഞ്ഞുങ്ങളെ എന്തുകൊണ്ട് ആളുകൾ പീഡിപ്പിക്കുന്നു? 70 വയസ്സ് 75 വയസ്സ് കുഴിയിലേക്ക് കാലം നീട്ടി കിടക്കുന്ന അമ്മച്ചിമാരെ എന്തിന് ആളുകൾ പീഡിപ്പിക്കുന്നു? അവർക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? അവരുടെ ഡ്രസ്സിംഗ് സെൻസ് ആണോ അവിടെ പ്രശ്നം? പർദ്ദയിട്ട് നടക്കുന്ന എത്രയോ സ്ത്രീകളെ പീഡിപ്പിച്ചിരിക്കുന്നു. കന്യാസ്ത്രീകളെല്ലാം കവർ ചെയ്ത് നടക്കുന്ന ആൾക്കാരെ എത്രയോ പേര് പീഡിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പീഡനവും ഈ ഡ്രസ്സിംഗ് സ്റ്റൈലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ പണ്ട് കാലങ്ങളിൽ മാറുമറയ്ക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു, അതിനുവേണ്ടി ഒരുപാട് സമരം ചെയ്തു, അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് മാറുമറയ്ക്കാനായിട്ട് അവകാശമില്ലായിരുന്നു. അത് ഒരു സ്ത്രീയുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അത് ശരിയല്ല. അതുപോലല്ല ഒരു സ്ത്രീ മാറുമറയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അത് അവരുടെ ഫ്രീഡമാണ്. ഒരാൾ നിർബന്ധിച്ചിട്ട് നീ മാറുമറയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നതും നിന്റെ ഇഷ്ടത്തിന് നീ ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇട്ടോ എന്ന് പറയുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തലയ്ക്കകത്ത് തീട്ടമല്ല വേണ്ടത്, തലച്ചോറ് വേണം. 30ഓളം പേര് ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്. എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും? ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് നിനക്കൊക്കെ എന്താ മനസ്സിലാക്കാത്ത? ഈ ഒരു മെറ്റീരിയൽ ആണോ? നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ, അവിയലിന് ഉണ്ടാക്കണം, സാമ്പാറിന് ഉണ്ടാക്കണം, കൊച്ചുകളെ തുണി കഴുകണം, നാളത്തെ യൂണിഫോം അലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം, ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും, പക്ഷെ അതിനുള്ള സമയമില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം. അപ്പോഴും ഭർത്താവ് വരും, വാ നമുക്കൊന്ന് കളിക്കാം. ഇതിനൊക്കെ വില്ലിക്കാൻ വേണ്ട ഓട്ടപ്പാച്ചിൽ ഭ്രാന്തെടുത്ത് ഓടുന്ന ഓരോ വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ, തോണ്ടൽ, അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. എന്റെ പൊന്നെ, ഈ വട്ടുപിടിച്ച പെണ്ണുമ്പിള്ള ഇത് എവിടെ ഈ പറഞ്ഞു പോകുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ആണുങ്ങൾക്ക് സ്ത്രീ ശരീരത്തിനോട് തോന്നുന്നൊരു ഭ്രമം
അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ അതൊരിക്കലും ഡ്രസ്സിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഇപ്പോൾ ഒരു എക്സ്പോസ്ഡ് ആയിട്ട് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ വായി നോക്കും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവൻ പോയി കയറി പിടിക്കും എന്നൊരു മീനിങ് അവിടെ ഇല്ല. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ പർദ്ദയിട്ട് നടന്ന സ്ത്രീകളെ എന്തുകൊണ്ട് ആളുകൾ പിടിക്കുന്നു? അതപ്പോൾ ഓരോ ആൾക്കാരുടെ മാനസിക പ്രശ്നമല്ല ഞാൻ പറയുന്നത്, ഓരോ ആൾക്കാരുടെ മാനസിക നിലയാണ്, ഓരോ ആൾക്കാരുടെ കുത്തിക്കഴപ്പാണ്. അതും ഈ ഡ്രസ്സിങ് സെൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ നിങ്ങളുടെ ഭർത്താവ് അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ പല ഭർത്താക്കന്മാരും അങ്ങനെ ആയിരിക്കും, അതും ഞാൻ അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പല സ്ത്രീകളും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ പല അവന്മാരും ഒന്ന് തൊടാറുണ്ട്, പിടിക്കാറുണ്ട്, മുട്ടാറുണ്ട്, ഇല്ലെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ അതും ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധം? അത് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല, എവിടെ കാണാൻ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങള് കണ്ടവന്മാരെ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? എന്റെ പൊന്നെ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു പെണ്ണുമ്പിള്ള ഇവര് മറ്റേ റെവല്യൂഷൻ സൃഷ്ടിച്ചെന്ന് പറഞ്ഞ കുടുംബം ഒരു പെൺകുട്ടിയെക്കുറിച്ച്, അവൾ ചെയ്ത ഡ്രസ്സിങ്ങിനെ കുറിച്ച്, അവളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈ കടത്തിയിട്ട് പറയുന്ന കേട്ടോ, നീ അഴിച്ചങ്ങോട്ട് നിൽക്കടി, നിന്നെ വന്ന് പിടിച്ചിട്ട് പോകുന്നതെന്ന്. പോട്ടെന്ന്. ഇങ്ങനെയുള്ളവളുമാരല്ലടി ശരിക്കും പെൺകുട്ടികൾക്ക് തന്നെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ അപമാനം. സ്ത്രീകൾക്ക് പീഡനങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള സ്ത്രീകൾ തന്നെയാണ് കാരണം. നമ്മൾ പറയാറുണ്ട് പെണ്ണിന് പ്രശ്നം പെണ്ണ് തന്നെയാണ്, അത് സത്യമാണ്. ഇങ്ങനെയുള്ള സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനും എല്ലാം തടസ്സവും നാശത്തിന് കാരണവും. ഇവർക്ക് സ്വന്തം ഒരു മകളുണ്ടെങ്കിൽ ദയാസുജിത്തിന്റെ ഏകദേശം ഒരു പ്രായം കാണും. അങ്ങനെ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഇവർ ഈ കാട്ടപരാധം വിളിച്ചു പറയുന്നത്. ഇതൊക്കെ ഒരു പ്രശ്നമാണോ? എന്തെല്ലാം പ്രശ്നങ്ങൾ സ്ത്രീകൾക്കെതിരെ സമൂഹത്തിൽ നടക്കുന്നു, ഇവർ അതിനെതിരെ സംസാരിക്കാറുണ്ടോ? ഇല്ല. റീച്ചുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇവർ സംസാരിക്കാറുള്ളൂ. ഇപ്പം മഞ്ജു പിള്ളയ്ക്കും ആ പറയുന്ന ദയാസുജിത്തിനും റീച്ച് ഉണ്ട്, അതുകൊണ്ട് അവരെ പറ്റി സംസാരിക്കുന്നു. എന്നാലേ 4 പേര് കാണത്തുള്ളൂ, എന്നാലേ 4 പേര് ഇവരെ തെറി പറയത്തുള്ളൂ, അപ്പോഴേ ഇവർക്ക് റീച്ച് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ആർക്ക് ഇവിടെ എന്താണ് പ്രശ്നം? ഇപ്പോൾ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണ് ദയാസുജിത്തിന് ആ ഡ്രസ്സിൽ കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടില്ല, അത് എൻ്റെ അഭിപ്രായം, അത് അവിടെ കൊണ്ട് കഴിഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സീരിയസ്ലി. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കൊച്ചിന് തെറി പറയാൻ പോകേണ്ട കാര്യമോ, അല്ലെങ്കിൽ ഞാൻ ആ കൊച്ചിന് വസ്ത്രധാരണയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും ഇവിടെ ആർക്കും അതൊരു കൺസേൺ അല്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. ആരിതൊക്കെ ബോധേടാവുന്നു? ഇപ്പം നിങ്ങൾ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് എന്താണ് ഇവിടെ മാറ്റം? ഈ എനർജി ഇത്രയും മുക്കി തൂർന്നുണ്ടല്ലോ, അത് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. ഞാൻ എന്ന വ്യക്തി, ഷെഫീന എന്ന വ്യക്തിക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് രീതിയിലുള്ള നിലപാടുകളുണ്ട്, ശക്തമായ കാഴ്ചപ്പാടുണ്ട്, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. ഇതാണോ നിങ്ങളുടെ വ്യക്തിത്വം? നല്ല അപരാധിച്ച വ്യക്തിത്വം, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഒരു പെണ്ണിനെ കുറിച്ച് തോന്നിവാസം, തന്തയ്ക്ക് കഴിയുക, പോക്കൃത്തരം, ഇല്ലായ്മത്തരം ഒക്കെ വിളിച്ചു കൂവിയിട്ട് ഇതാണ് എൻ്റെ വ്യക്തിത്വം. യെസ്, അതാണ് നിങ്ങളുടെ വ്യക്തിത്വം. അത് നമുക്ക് മനസ്സിലായി, അത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിത്വം. അടിപൊളി വ്യക്തിത്വം. നിങ്ങളെ വീട്ടിൽ സഹിക്കുന്ന നിങ്ങളുടെ അച്ഛൻ ഉണ്ടെങ്കിൽ, അച്ഛൻ ഇല്ലെന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ അച്ഛൻ, അമ്മ, ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവ്, മക്കൾ, അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നരകമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ബാക്കി കാണാം. പച്ച മലയാളത്തിൽ പറയാം, എന്റെയിലുണ്ട് ഇതൊക്കെ, തുളയും വരയും വടയും ഉണ്ട്, വരൂ, ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ? മഞ്ജു പിള്ള വളർത്തിയ മകളെ, നീ അതാണോ? എന്തോന്നടി ഇത്? ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് പറയാൻ പാടില്ലാത്ത എൻ്റെ A to Z കാര്യങ്ങൾ വിളിച്ചു കൂവാണ്. ഇതിനെതിരെ മഞ്ജു പിള്ള ആൻഡ് ദയാസുജിത്ത് കേസിന് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ലെങ്കിൽ നാളെ ഇതിൻ്റെ അപ്പുറത്തെ വിളിച്ച് പറയും, അതപ്പോൾ കേൾക്കേണ്ടി വരും. പല സ്ത്രീകൾക്കെതിരെയും ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ഇവർ വിളിച്ച് പറയും. ഈ പെണ്ണുമ്പിള്ളെ 8ന്റെ പൂട്ടിട്ട് പൂട്ടുന്നത് നമ്മുടെ സമൂഹത്തിന് എപ്പോഴും നല്ലതായിരിക്കും. ഇതൊക്കെ ആരുടെ കൺസേൺ ആണ്? ആ പെണ്ണ് എന്തെങ്കിലും ഇടുവോ ഇടാതിരിക്കുകയോ ഒക്കെ ചെയ്യും. ഇതൊക്കെ എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെന്തിനാണ് ഇതിങ്ങനെ തിരക്കുന്നതെന്ന്? അയ്യോ, ഞാൻ ഇതിൽ കൂടുതലൊന്നും വീഡിയോ ക്ലിപ്സ് വെക്കുന്നില്ല, കാരണം ഇവർക്ക് മാനോ നാണോ ഇല്ലാത്തതുകൊണ്ട് ഇവരിതൊക്കെ വിളിച്ച് പറയും. പക്ഷെ അത് വെച്ച് റിയാക്ട് ചെയ്യാനും അത് വെച്ച് സംസാരിക്കാനും നമുക്ക് കുറച്ചെങ്കിലും ഉളുപ്പില്ലേ, നമുക്ക് കുറച്ച് നാണമില്ല. ഒരു പെണ്ണിനെ പറ്റി ഈ കാട്ടപരാധം പറയുന്നത് കേട്ടോണ്ടിരിക്കാനും അത് വെച്ച് സംസാരിക്കാനും നമുക്കൊരു ലിമിറ്റില്ലേ? അയ്യോ, കൂടുതലൊന്നും ഞാനും വെക്കുന്നില്ല. എൻ്റെ പൊന്നെ, ഇതിനെ വല്ല മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ട് പൂട്ടിയിടാൻ പറ്റുമോ? അത്രയും നല്ല കാര്യം.